എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹോംലി ടിപ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചായപ്പൊടിയിൽ മായമുണ്ടോ കണ്ടെത്താൻ ചില മാർഗങ്ങളുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്ത് സാധനങ്ങൾ വാങ്ങിയാലും അതിൽ മായമുണ്ടോ എന്ന് നോക്കേണ്ട അവസ്ഥയാണ്. ചായ കുടിക്കാതെ ഒരു മലയാളി എന്ന് പറഞ്ഞാൽ അവർക്കൊരു ദിവസം ഉണ്ടാവില്ല. അതും പല തരത്തിലുള്ള ചായകളാണ്. എത്ര ചായ വേണമെങ്കിലും നമ്മൾ കുടിക്കും. അത് കട്ടൻ ചായ, സുലൈമാനി, പാൽ ചായ, ഗ്രീൻ ടീ. എന്നാൽ ഈ ചായയിലൊക്കെ എത്രമാത്രം മായം ഉണ്ടെന്ന് എങ്ങനെ കണ്ടെത്താം എന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശങ്ങളിൽ പെട്ട രണ്ട് ടെസ്റ്റുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതിനായിട്ട് കുറച്ച് സാധനങ്ങളും എൻ്റെ കയ്യിലുണ്ട്. നല്ല 2 ബ്രാൻഡിലുള്ള ചായപ്പൊടികളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ മായമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ചായപ്പൊടി മായം ചേർത്തതാണോ അല്ലയോ എന്നറിയാനുള്ള ആദ്യത്തെ ടെസ്റ്റ് നമ്മൾ ചെയ്യുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല 2 ബ്രാൻഡിലെ ചായപ്പൊടി നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ കുറച്ചെടുത്ത് സാധാരണ വെള്ളത്തിലേക്ക് അതിലേക്ക് ഒരു ടീസ്പൂൺ ഒഴിക്കുക. അതുപോലെ തന്നെ ഈ ബ്രാൻഡിലുള്ള ചായപ്പൊടിയും മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ നല്ല തിളപ്പിച്ച വെള്ളത്തിലേക്കാണ് ചായപ്പൊടി ഇടുക അല്ലേ. അപ്പോൾ ഇത് നോക്കാം, പെട്ടെന്ന് കളർ ഇളകിയിട്ട് മുകളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ മായം ഉണ്ടെന്ന്. അതിൽ ചില സമയത്ത് ഓറഞ്ച് കളർ, പിങ്ക് കളറിലൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് മായം ചേർത്താൻ നോക്കാം. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെച്ചിരിക്കാം. അപ്പോൾ അതൊന്ന് സെഡിമെൻ്റ് ആയതിന് ശേഷം നമുക്ക് നോക്കാം ഈ വെള്ളത്തിൻ്റെ ഒരു അവസ്ഥ എന്താണെന്ന്. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, 2 ബ്രാൻഡിലും അത്യാവശ്യം മായമുണ്ട്. കാരണം ഇത് സാധാരണ വെള്ളമാണ്. ഈ പച്ചവെള്ളത്തിൽ ഇത് ഇട്ട് കഴിഞ്ഞ ഉടനെ കളറ് സ്പ്രെഡ് ആകുന്നുണ്ടെങ്കിൽ അതിൽ മായമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നിർദ്ദേശമാണ്, നമ്മുടെ കണ്ടുപിടുത്തമൊന്നുമല്ല. അപ്പോൾ ഇനി നമ്മൾ രണ്ടാമത്തെ മായം തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ ടെസ്റ്റും കൂടെ നമുക്ക് ചെയ്യാം. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് 2 ടിഷ്യൂ പേപ്പറുകളാണ്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇതിൽ നിന്നും ഒരു ടീസ്പൂൺ ചായപ്പൊടി എടുക്കാം. ഇതിൽ നിന്നും നമുക്ക് ചായപ്പൊടി എടുത്ത് ടിഷ്യൂ പേപ്പറിൽ വയ്ക്കും. ഓക്കെ, ഇത് വാട്ടർ സ്പ്രേ ആണ്. സാധാ വെള്ളമാണ്. അത് നമുക്ക് ഇതിലോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. കളറ് അത് ആ ഒരു ടിഷ്യൂ പേപ്പറിനകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാം ഇതിൽ മായം ഉണ്ട് എന്ന്. ഇങ്ങനെ മായം ഉള്ള ചായ കുടിക്കുകയാണെങ്കിൽ മാരകമായ ആരോഗ്യ പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്. ആക്ച്വലി കരൾ രോഗം മുതൽ നമുക്ക് ഏറ്റവും പേടിക്കുന്ന ക്യാൻസർ വരെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മായം ചേർക്കാത്ത ചായപ്പൊടി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ടിഷ്യൂവിൽ നോക്കുമ്പം കളറ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇതിലും 2ലും ഉണ്ട്. നമ്മൾ നേരത്തെ തന്നെ ആ ടെസ്റ്റിനകത്ത് മായം ചേർത്താന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ടെസ്റ്റിലും ആ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ കളറ് കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇനി ഇതുപോലെ നിങ്ങൾ വീട്ടിൽ നിന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നല്ല ചായപ്പൊടി വാങ്ങാൻ ശ്രദ്ധിക്കുക. ആരോഗ്യമുള്ള ഒരു ജീവിതം നയിക്കുക. അപ്പോൾ ഹോംലി ടിപ്സിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതട്ടെ. വീണ്ടും മറ്റൊരു ടിപ്പുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.